നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ SS2 ആണ് തുടങ്ങുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഫസ്റ്റ് ചാപ്റ്ററാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അപ്പോൾ ജോഗ്രഫി വിഭാഗത്തിൽ പെടുന്ന ഒരു അധ്യായമാണിത്. SSLC ബുക്ക് പുതിയ SCRT മാറിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ടാവും. ഇനി വരുന്ന ഏത് PSC എക്സാമുകൾക്കായാലും SCRTയുടെ പ്രാധാന്യം വളരെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് നോട്ടൊക്കെ ഷോർട്ടാക്കി എഴുതിയെടുത്ത് പഠിക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് ഒരിക്കലും നമ്മൾ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ല കേട്ടോ. നമ്മളിത് PSC ഉദ്യോഗാർത്ഥികളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മുടെ PSCക്ക് വരാൻ ചാൻസ് ഉള്ള അങ്ങനെ ആ ഒരു ലെവലിലാണ് നമ്മളിത് വായിച്ചു പോകുന്നത്. SSLC ബേസ് ചെയ്തുകൊണ്ടല്ല, SSLC സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, നമ്മുടെ PSC സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റില് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. നട്ടുച്ച സമയത്തുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, മഴ പെയ്യുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാറ്റടിക്കുന്ന പിക്ചർ, മഞ്ഞ്, അങ്ങനെ പല പല സീസണുകളുടെ ഒരു പിക്ചറാണ് ഫസ്റ്റിൽ കാണുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ പ്രദേശത്ത് നിലവിലെ അന്തരീക്ഷ സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. വെയില്, മഴ, മഞ്ഞ്, ചൂട്, തണുപ്പ്, കാറ്റ്, മേഘം തുടങ്ങി നമുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥകൾ അന്തരീക്ഷത്തിൽ എപ്പോഴും ഒരുപോലെയല്ല അല്ലെ, മാറി മാറി നിൽക്കുന്നു. ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിന് അനുസൃതമായുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും. എന്താ പറഞ്ഞത്? ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിന് അനുസൃതമായുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ. അതിനാൽ ഈ ഘടകങ്ങളെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. അതിനാൽ എന്താണ്, ഈ ഘടകങ്ങളെയാണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ? അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത, ഇതൊക്കെയാണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ. ഒന്നുകൂടി പറയാം. ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിന് അനുസൃതമായുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥകൾ. അതിനാൽ ഈ ഘടകങ്ങളെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അന്തരീക്ഷ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ ഏതൊക്കെയാണ് അന്തരീക്ഷ ഘടകങ്ങൾ? അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയവയാണ് അന്തരീക്ഷ ഘടകങ്ങൾ. നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കാലയളവിൽ പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ്, കാലാവസ്ഥ എന്താണ് എന്ന് ഒരു തരംതിരിവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഏകദേശം 35 മുതൽ 40 വരെ വർഷക്കാലത്തെ ദിനസാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിർണായകമാണ്. ആഹാരക്രമം, വസ്ത്രധാരണം, ഭവന നിർമ്മാണം, തൊഴിൽ തുടങ്ങിയവയിൽ മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർഗ വൈവിധ്യങ്ങളിലും കാലാവസ്ഥാ ഘടകങ്ങളുടെ സ്വാധീനം പ്രകടമാണ്. ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തി മുഖ്യമായും കാലാവസ്ഥക്ക് അനുസൃതമായാണ്.
ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയ ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ ദിനാവസ്ഥാ സ്ഥിതി വിവരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഭൂമുഖത്തെ സകല മനുഷ്യ പ്രവർത്തനങ്ങളെയും ദിനാവസ്ഥയും കാലാവസ്ഥയും സ്വാധീനിക്കുന്നു എന്നതിനാൽ മേൽ സൂചിപ്പിച്ച പ്രധാന ദിനാവസ്ഥാ ഘടകങ്ങളെ അഥവാ കാലാവസ്ഥാ ഘടകങ്ങളെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കാം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൂമിശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം തുടങ്ങി ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഏജൻസിയാണിത്. IMD-യുടെ ആസ്ഥാനം ഡൽഹിയാണ്. IMD എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് IMD എന്ന് പറയുന്നത്. IMD-യുടെ ആസ്ഥാനം ഡൽഹിയാണ്. കൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു. ഇനിയാണ് നമ്മൾ അന്തരീക്ഷ ഘടകങ്ങൾ ദിനാന്തരീക്ഷ ഘടകങ്ങളെ ദിനാവസ്ഥാ ഘടകങ്ങളെ അഥവാ കാലാവസ്ഥാ ഘടകങ്ങളെ കുറിച്ച് ഓരോ പോയിന്റുകളെ കുറിച്ചും പറയുന്നത്. ആദ്യത്തേത് അന്തരീക്ഷ താപനില, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് എന്ന് നമുക്കറിയാം. അണുസംയോജന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത്. അണുസംയോജന പ്രക്രിയ, ന്യൂക്ലിയർ ഫ്യൂഷൻ അണുസംയോജന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത്. സംയോജനം രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം. അപ്പൊ എന്താണ് അണുസംയോജനം? രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം. ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ ആറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനത്തിലൂടെയാണ്. സൂര്യനിൽ അണുസംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതായി കണക്കാക്കുന്നു. അപ്പോൾ അണുസംയോജന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത്. സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ്. അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഏകദേശം 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്. എന്താ പറഞ്ഞത്? സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് വികിരണം ഭൂമിയിലെത്തുന്നത്. സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്. ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെ ഇൻസൊലേഷൻ എന്ന് പറയുന്നു. ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെയാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെയാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഇൻസൊലേഷൻ മാറിപ്പോവരുത്. ഇൻസൊലേഷൻ ഓർത്തു വെക്കണേ. ഇൻസൊലേഷൻ, ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നു. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി ചൂടുപിടിപ്പിക്കാറില്ല. അപ്പോ എന്താ പറയുന്നത്? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി ചൂടുപിടിപ്പിക്കില്ല. സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. തുടർന്ന് വിവിധ താപന പ്രക്രിയയിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനമുണ്ടാകുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ. ഏതൊക്കെയാണ് താപന പ്രക്രിയകൾ? താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന
താപന പ്രക്രിയകൾ. അപ്പൊ സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. തുടർന്ന് വിവിധ താപന പ്രക്രിയയിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപനം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതായത് സൂര്യനിൽ നിന്നും നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, സൂര്യനിൽ നിന്നും എത്തുന്ന സൗരവികിരണം നേരിട്ട് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു, സൗരവികിരണങ്ങൾ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൗമോപരിതലം എന്ത് ചെയ്യുന്നു, വിവിധ താപന പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷം ചൂടുപിടിപ്പിക്കുന്നത്. അപ്പൊ ആ പ്രക്രിയകളൊക്കെ ഏതൊക്കെയാണ്? താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നീ പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷം ചൂടുപിടിക്കുന്നത്. അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ നോക്കാം. താപചാലനം, കണ്ടക്ഷൻ. ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. താപചാലനം വഴി എന്ത് ചെയ്യുന്നു, താപം പകരുന്നു. അപ്പോൾ താപചാലനം വഴി എന്താണ്, ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ താപം പകരുന്നു. ഇനി സംവഹനം നോക്കാം. കൺവെക്ഷൻ. ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. എങ്ങനെയാണ് സംവഹനം വഴി എങ്ങനെയാണ് അന്തരീക്ഷം ചൂടുപിടിക്കുന്നത്? ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അടുത്തത് അഭിവഹനം, അഡ്വക്ഷൻ. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. അടുത്തത് വികിരണം. ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. അതാണ് വികിരണം. ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. അപ്പൊ ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ അന്തരീക്ഷം ചൂടുപിടിക്കുന്നത്. അല്ലാതെ സൗരവികിരണം നേരിട്ട് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നില്ല. ഭൗമോപരിതലം ചൂടായിട്ട് അതിലൂടെ എന്താണ്, താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നീ പ്രക്രിയകളിലൂടെയാണ് നമ്മുടെ അന്തരീക്ഷം ചൂടുപിടിക്കുന്നത്. ഇനി എന്താണ് ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും എന്ന് നോക്കാം. ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ചൂടേറിയ വസ്തുക്കളിൽ നിന്ന് ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ആവൃത്തി കൂടുതലായതിനാൽ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനാകുന്നു. ആവൃത്തി കൂടുതലായതിനാൽ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനാകുന്നു. താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം നടക്കുന്നത് തരംഗങ്ങളായിട്ടാണ്. ഈ തരംഗങ്ങൾക്ക് ആവൃത്തി കുറവായതിനാൽ അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇതാണ് ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും. ഹ്രസ്വതരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂടായ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. അതാണ് പറഞ്ഞത്, സൂര്യനിലെ നന്നായിട്ട് ചൂടുള്ള സൂര്യനിൽ നിന്നും അന്തരീക്ഷം ചൂട് പിടിക്കുന്നില്ല. കാരണം എന്താണ്, അത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് ഭൂമിയിലെത്തുന്നത്. അതുകൊണ്ട് അന്തരീക്ഷം ചൂട് പിടിക്കുന്നില്ല. എന്നാൽ ചൂട് പിടിച്ച ഭൗമോപരിതലം ദീർഘതരംഗ രൂപത്തിലാണ് ഊർജം പുറന്തള്ളപ്പെടുന്നത്. ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഊർജം ദീർഘതരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്തരീക്ഷം ചൂട് പിടിക്കുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമവികിരണം എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമവികിരണം എന്ന് വിളിക്കുന്നു. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിക്കുന്നു. ഹരിതഗ്രഹ പ്രഭാവം എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ഹരിതഗ്രഹ പ്രഭാവം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഭൗമവികിരണം എന്ന് മനസ്സിലായില്ലേ? ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭൗമവികിരണം എന്ന് വിളിക്കുന്നത്. അത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. ഇതിനെ ഹരിതഗ്രഹ പ്രഭാവം എന്ന് വിളിക്കുന്നു. ഇവിടെ ഭൂമിയുടെ താപ ബജറ്റ്, ഹീറ്റ് ബജറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിലുള്ള ഈ ഒരു ശതമാനക്കണക്കുകളൊക്കെ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.
അപ്പൊ സൗരവികിരണം അല്ലെ, സൂര്യന്റെ അവിടെ സൗരവികിരണം കൊടുത്തിട്ടുണ്ട്. സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, ഭൂമിയിലേക്ക് എത്തുന്നു. ഇത് പിക്ചർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ സൗരവികിരണം നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്താണ്, അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്നുണ്ട് 35%. അതുപോലെ 14% മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത് 51% മാത്രമാണ്. 51%മേ ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ മേഘങ്ങളും പൊടിപടലവും ആഗിരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്നത് 35%. ഇനി ഭൗമോപരിതലം ആഗിരണം ചെയ്യപ്പെടുന്ന 51% എന്താണ്, ഭൗമവികിരണം വഴി ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരുന്നുണ്ട് അല്ലെ, അത് നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നത് 17% മാത്രമാണ്. ബാക്കിയുള്ള 34% എന്താണ്, മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പൊ സൗരവികിരണം 100%, സൗരവികിരണത്തെ 100% കണക്കാക്കിയാൽ അതിൽ 51% മാത്രമാണ് ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത്. 14% മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നുണ്ട്. അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്നത് 35%. ഇനി ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്ന 51% ഭൗമവികിരണം വഴി എന്താണ്, നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നത് 17%. അതുപോലെ തന്നെ മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നത് 34% ഭൗമവികിരണത്തിൽ നിന്ന് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നത് എത്രയാണ്, 48%. 48% മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗര ഊർജം 100 യൂണിറ്റായി സങ്കല്പിച്ചാൽ അതിൽ 35 യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകുകയും 14 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജമാണ്. താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയയിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിന് കൈമാറുന്നു. 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ടും 48 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെയും ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നു. അപ്പം എന്താണ്, അന്തരീക്ഷത്തിൽ ലഭ്യമായ മുഴുവൻ ഊർജവും എന്ത് ചെയ്യുന്നു, മടക്കി അയക്കുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രക്രിയ ഇങ്ങനെയാണ് കേട്ടോ. ഇനി എന്താണ് ഹീറ്റ് ബജറ്റ് അല്ലെങ്കിൽ താപ ബജറ്റ് എന്ന് നോക്കാം. പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും ഇത്തരത്തിൽ പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നു. ഈ താപസന്തുലന പ്രക്രിയയെ ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ സൂര്യനിൽ നിന്നും ഏൽക്കുന്ന സൗരവികിരണം മുഴുവനായും നമ്മുടെ ഭൂമിയിലേക്ക് എത്തുകയും ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഭൂമിയിലെ ചുട്ടുപഴുത്ത് ഇതായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, സൗരവികിരണം വഴി എത്തുന്ന സൗരവികിരണം മുഴുവനും ഭൂമിയിലേക്ക് എത്തുന്നത് എന്താണ്, തിരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു സന്തുലനാവസ്ഥ, താപത്തിന്റെ ആ സന്തുലന പ്രക്രിയ നിയന്ത്രിക്കാനാകുന്നു. അല്ലെങ്കിൽ എന്താണ്, അത് സന്തുലനം ചെയ്യുന്നു അല്ലെ. കൂടുന്നുമില്ല കുറയുന്നില്ല, കാരണം വരുന്നുണ്ടെങ്കിലും അതുപോലെ തിരിച്ച് പോകുന്നുണ്ട് അല്ലെ. താപം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതുപോലെ തിരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ആ താപം ഒരുപാട് നമ്മുടെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നില്ല. ഇനി നോക്കാം, ദിവസം മുഴുവനും നമുക്ക് ഒരേ അളവിലൊന്നല്ലല്ലോ, ദിവസം മുഴുവനും ഒരേ അളവിലാണോ നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത്? സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ ഭൗമോപരിതല താപം ക്രമേണ ഉയരുകയും ഉച്ചയോടെ അതെന്ത് ചെയ്യുന്നു, പരമാവധി പാരമ്പര്യത്തിലെത്തുകയും ചെയ്യുന്ന പരമാവധി എത്തുന്നു. വിവിധ താപന പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷം ചൂടാകുന്നത് എന്നതിനാൽ അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാളും എന്ത് ചെയ്യണം, സമയം വേണം. കാരണം എന്താണ്, അത് വിവിധ പ്രക്രിയകളിലൂടെ ആണ് അന്തരീക്ഷം ചൂടാകുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു, താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയിലൂടെയാണ് അന്തരീക്ഷം ചൂടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ സമയം അന്തരീക്ഷം ചൂടാകാൻ വേണം. അതിനാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയെയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഏറ്റവും കൂടിയ അന്തരീക്ഷ താപനില
താപനില രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ദിവസം മുഴുവൻ നമുക്ക് ഒരേ അളവിലൊന്നല്ല സൗരോർജ്ജം ലഭിക്കുന്നത് അല്ലേ. രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ ഒരുപാട് താപം അല്ലെങ്കിൽ സൗരോർജ്ജം കുറവായിരിക്കും. ഉച്ചയ്ക്ക് എത്തുമ്പോഴേക്കാണ് നമുക്ക് നന്നായിട്ട് സൗരോർജ്ജം ലഭിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും രാത്രിയൊക്കെ ആകുമ്പോഴേക്കും എന്താണ്, അത് നന്നായിട്ട് കുറഞ്ഞു പോയി. അപ്പം അങ്ങനെ ഒരേ ദിവസം പല ഇതിലുമാണ് നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിന്റെ തീക്ഷ്ണത കുറയുന്നതും സമാന്തരമായുണ്ടാകുന്ന ഭൗമവികിരണവും മൂലം ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു. എന്താ, ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിന്റെ തീക്ഷ്ണത കുറയുന്നു. അത് പരമാവധി ഉച്ച 2 മണി വരെ എത്തിയില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, സൗരവികിരണത്തിന്റെ തീക്ഷ്ണത കുറയുന്നതും സമാന്തരമായുണ്ടാകുന്ന ഭൗമവികിരണവും മൂലം ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു. രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കുന്നു. രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കുന്നു. അതിനാൽ സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയും കൂടിയ അന്തരീക്ഷ താപനിലയും പറഞ്ഞു. കൂടിയത് എപ്പോഴാണ്, ഒരു ദിവസത്തെ കൂടിയ താപനില രേഖപ്പെടുത്തുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്നാൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്നത് എപ്പോഴാണ്, സൂര്യോദയത്തിന് തൊട്ടു മുമ്പ്. സൂര്യോദയത്തിന് തൊട്ടു മുമ്പാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനില കണക്കാക്കുന്നത്. ഇനി ഇവിടെ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്താലാണ്. അപ്പൊ അന്തരീക്ഷ താപനില അളക്കുന്നത് എന്താണ്, തെർമോമീറ്റർ എന്ന ഉപകരണമാണ്. 2 സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേക തരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. 2 സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേക തരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വായിച്ചെടുക്കാനാകും. അപ്പോൾ മാക്സിമം മിനിമം തെർമോമീറ്ററിൽ എന്താണ്, ഒരു ദിവസത്തെ കൂടിയ താപനില എത്രയാണെന്നും കുറഞ്ഞ താപനില എത്രയാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇനി നോക്കാം, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. അപ്പൊ താപനില അളക്കുന്നത് തെർമോമീറ്ററിലാണെന്ന് നമ്മൾ പറഞ്ഞു. താപനില രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ എന്ന് പറഞ്ഞത് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും. ഫാരൻഹീറ്റിൽ ജലത്തിന്റെ ഗരാംഗം 32 ഡിഗ്രിയും തിളനില 212 ഡിഗ്രിയുമാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി വരുന്ന PSC എക്സാമുകൾക്ക് ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ്, ഫാരൻഹീറ്ററിലെ ജലത്തിന്റെ ഗരാംഗം, ഫാരൻഹീറ്ററിൽ ജലത്തിന്റെ ഗരാംഗം 32 ഡിഗ്രിയും തിളനില 212 ഡിഗ്രിയുമാണ്. ഇത് യഥാക്രമം 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇത് യഥാക്രമം എത്രയാണ്, 32 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിക്കും അതുപോലെ 212 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഫാരൻഹീറ്ററിലുള്ള ഇതും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ഫാരൻഹീറ്ററിൽ ജലത്തിന്റെ ഗരാംഗം 32 ഡിഗ്രിയും തിളനില 212ഉമാണ്. ഇത് യഥാക്രമം എന്താണ്, ഡിഗ്രി സെൽഷ്യസിൽ നോക്കുകയാണെങ്കിൽ 32 ഡിഗ്രി എന്നുള്ളത് 0 ഡിഗ്രിക്കും അതുപോലെ 212 ഡിഗ്രി എന്നുള്ളത് 100 ഡിഗ്രി സെൽഷ്യസിനും തുല്യമാണ്. അടുത്ത കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തി ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാം. അപ്പൊ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തി എന്താണ്, ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാം. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. അത് നല്ലൊരു പോയിന്റാണ്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. അതിനുള്ള ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദൈനിക താപാന്തരം ഈസ് ഈക്വൽ ടു കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. മൈനസ് കുറഞ്ഞ താപനില. ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത്. ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത്. ദൈനിക ശരാശരി താപനില ഈസ് ഈക്വൽ ടു കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. അതായത് ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്
ദൈനിക ശരാശരി താപനില ഈസ് ഈക്വൽ ടു കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. അതാണ് അത് കാണുവാനുള്ള ഇക്വേഷൻ. ഇനി ചൂടും താപനിലയും എന്നുള്ള ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വായിക്കാം. തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം. എന്താണ് താപം അല്ലെങ്കിൽ ചൂട് എന്ന് പറയുന്നത്? തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം. ഇത് ജൂൾ എന്ന ഏകകം രേഖപ്പെടുത്തുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. താപം അല്ലെങ്കിൽ താപം അളക്കുന്ന ഏകകം ഏതാണ്? ജൂൾ. താപം അളക്കുന്നത് ജൂൾ ആണ്. ഇത് ജൂൾ എന്ന ഏകകത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരു വസ്തുവിന്റെ താപത്തിന്റെ അളവുകോലാണ് ഊഷ്മാവ് അഥവാ താപനില. ഒരു വസ്തുവിന്റെ താപത്തിന്റെ അളവുകോലാണ് ഊഷ്മാവ് അഥവാ താപനില. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിൽ രേഖപ്പെടുത്തുന്നു. താപനില ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ താപം ജൂൾ എന്ന ഏകകത്തിലും താപനില അതായത് ഊഷ്മാവ്, ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് രണ്ടും ചൂടും താപനിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ചൂട് അഥവാ താപമാണ്, അത് ജൂൾ എന്ന ഏകകത്തിലാണ് രേഖപ്പെടുത്തുന്നത്. മറ്റേതെന്താണ്? ഊഷ്മാവ് അഥവാ താപനിലയാണ്. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഇത് രണ്ടും മാറി മാറി പോകരുത്. നമ്മൾക്ക് എല്ലാം ഒരുപോലെ തോന്നും. കാരണം ചൂടും താപവും താപനിലയും ഊഷ്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും. അപ്പോൾ എന്താണ്, ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. അന്തരീക്ഷ താപനില സംബന്ധിച്ച വിവരങ്ങളെ കാലാവസ്ഥാ പഠനങ്ങൾക്കും കൂടുതൽ വിശകലനങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷ താപനില സംബന്ധിച്ച വിവരങ്ങളെ കാലാവസ്ഥാ പഠനങ്ങൾക്കും കൂടുതൽ വിശകലനങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുന്നു. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ട് സാങ്കല്പിക രേഖകൾ വരക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ സമതാപരേഖകൾ എന്ന് വിളിക്കുന്നു. ഐസോതെംസ്. താപവിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്ക് സമതാപരേഖാ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ എന്താണ് സമതാപരേഖകൾ? എന്താണ്? ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെയാണ് സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോത്തം എന്ന് വിളിക്കുന്നത്. താപവിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്ക് സമതാപരേഖാ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. സമതാപരേഖകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ അല്ലേ? താങ്ക് യു.